ആരാധകരെ അതിശയിപ്പിക്കാൻ മോഹൻലാലിന്റെ ചില സർപ്രൈസ് സംഭവങ്ങൾ അടുത്തുവരുന്ന സിനിമകളിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇന്നേ ദിവസം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിലൊരു സ്ഥിരീകരണവും ഉണ്ടായിരിക്കുന്നു എന്നത് കാണാൻ കഴിയുന്നു. രണ്ട് സിനിമകളിൽ അങ്ങനെ ചില സർപ്രൈസുകൾ മോഹൻലാൽ നമുക്ക് തരാൻ പോവുകയാണ്. ഒന്നിന്റെ കാര്യം സാക്ഷാൽ ഗായകൻ MG ശ്രീകുമാർ തന്നെ തന്നിരിക്കുകയാണ്. മലയാള സിനിമയിൽ ഫാസ്റ്റ് നമ്പറുകൾക്ക് പേരുകേട്ട ഗായകനാണ് MG ശ്രീകുമാർ. മോഹൻലാലിന് വേണ്ടി MG ശ്രീകുമാർ പാടിയിട്ടുള്ള പാട്ടുകൾ എല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളാണ്. ഈ കോംബോ വീണ്ടും തുടരുമെന്ന ചിത്രത്തിലൂടെ ഒന്നിക്കാൻ പോവുകയാണ്. മോഹൻലാലിന് വേണ്ടി ചിത്രത്തിൽ 2 പാട്ടുകൾ ഒരുക്കിയിട്ടുണ്ട് െന്ന് MG ശ്രീകുമാർ പറഞ്ഞു കഴിഞ്ഞു. നരൻ സിനിമയിൽ മോഹൻലാലിന് വേണ്ടി MG ശ്രീകുമാർ പാടിയ വേലുമുരുക പോലൊരു പാട്ട് തുടരുമെന്ന ചിത്രത്തിൽ ഉണ്ടാകുമെന്നും MG ശ്രീകുമാർ പറയുകയാണ്. ഇത് ആരാധകർക്ക് വലിയ രീതിയിലുള്ള സന്തോഷം തന്നെയാണ് നൽകിയിരിക്കുന്നത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിലും ഒരു ആഘോഷ കൂട്ടായ്മ ഉണ്ടായാൽ അവിടെ ആദ്യം ഇടുന്ന പാട്ട് വേലുമുരുക എന്നതായിരിക്കും. പിന്നൊരു ഗംഭീര ഓളമായിരിക്കും ആ ഇവന്റിൽ സംഭവിക്കുക. അത്രയ്ക്ക് ഗംഭീര പാട്ടാണ് വേൽമുരുക പ്രേക്ഷകർക്കിടയിൽ. അപ്പോൾ അങ്ങനെ ഒരു പാട്ട് വീണ്ടും ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. പുതിയത് അടിപൊളിയായ ഒരു പാട്ടുണ്ട് തുടരുമെന്ന ചിത്രത്തിലാണ്. അതിൽ കൺമണി പൂവേ കണ്ണാടി പൂവേ എന്നൊരു പാട്ടും വേൽമുരുകൻ ടൈപ്പിലൊരു പാട്ടും ഉണ്ട്. അതൊരു പ്രമോ സോങ് ആണ്. മോഹൻലാലും ശോഭനയും അഭിനയിക്കുന്ന ആ പാട്ടിന്റെ ചിത്രീകരണം അടുത്ത ആഴ്ച നടക്കും. പ്രമോ സോങ് ആണെങ്കിൽ പോലും അവർ അത് ചെയ്യുന്നുണ്ട്. പഴയ കോംബോ 100% പ്രേക്ഷകർക്ക് കാണാൻ പറ്റുമെന്ന് MG ശ്രീകുമാർ പറയുകയാണ്. അദ്ദേഹത്തിന്റെ ഈ വാക്കുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗം സൃഷ്ടിച്ചിരിക്കുന്നതും. തരുൺമൂർത്തി സംവിധാനത്തിൽ മോഹൻലാലും ശോഭനയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് തുടരും. ഒരു ഫാമിലി ഡ്രാമ സ്വഭാവത്തിൽ ഒരുങ്ങുന്ന സിനിമയിൽ ഒരു സാധാരണ ടാക്സി ഡ്രൈവർ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. മോഹൻലാലും ശോഭനയും 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ചിത്രത്തിൽ ഒന്നിക്കുന്നത്. 2004 ജോഷി സംവിധാനം ചെയ്ത മാമ്പഴക്കാലത്തിലാണ് ഇരുവരും അവസാനമായി ജോഡികളായെത്തിയത്. 2009 റിലീസ് ചെയ്ത സാഗർ ഇലിയാസ് ജാക്കി എന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്ക എന്നീ 2 പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമകൾക്ക് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ M രജിത്ത് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് തരുൺമൂർത്തിയും KR സുനിലും ചേർന്നാണ്. ഈ ചിത്രത്തിന്റെ റിലീസ് എമ്പുരാന് ശേഷമായിരിക്കും ഉണ്ടാവുക എന്നാണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ. മറ്റൊരു ഗംഭീര സർപ്രൈസ് മോഹൻലാൽ നൽകാൻ പോകുന്നത് ദിലീപിനൊപ്പമാണ്. നേരത്തെ അഭ്യൂഹങ്ങൾ എന്ന രീതിയിൽ പ്രചരിക്കപ്പെട്ട ഫഫബ എന്ന ചിത്രത്തിലെ ക്യാമിയോ റോളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് ഇന്നേ ദിവസം പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്നതും. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഫഫബ സിനിമയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഇന്നേ ദിവസം എത്തി. ഈ ചിത്രത്തിലേക്ക് മോഹൻലാൽ ക്യാമിയോ റോളിൽ എത്തുന്നത് സ്ഥിരീകരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഫഫബയിൽ മോഹൻലാലിനെ കുറിച്ചുള്ള നേരത്തെ കേട്ടിരുന്ന അഭ്യൂഹങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ നൽകുന്ന റിപ്പോർട്ടുകൾ. മോഹൻലാലും ടീമും തമ്മിൽ പ്രാരംഭ ചർച്ചകൾ നടന്നിരുന്നു. ഇപ്പോൾ അവർക്ക് ഗ്രീൻ സിഗ്നൽ ലഭിച്ചു എന്ന വിവരങ്ങളാണ് വരുന്നത്. ലാലേട്ടന്റെ ഭാഗങ്ങൾ അടുത്ത മാസം ചിത്രീകരിക്കുമെന്നും 2 ആഴ്ചയോളം ഷൂട്ട് ഉണ്ടാകുമെന്നും മുഴുവൻ ഷൂട്ടിങ്ങും അവസാനിച്ച ശേഷം മോഹൻലാലിന്റെ ഒരു പ്രൊമോ വീഡിയോയും ടീം പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അവസാന ഷൂട്ടിങ്ങിന്റെ അവസാന ഘട്ടത്തിലൂടെ കടന്നുപോവുകയാണ് ഫഫബയുടെ ഇപ്പോഴത്തെ ഷെഡ്യൂൾ. 30 ദിവസത്തെ ഷൂട്ടിംഗ് പൂർത്തിയാകാൻ ബാക്കിയുണ്ടെന്നും പറയപ്പെടുന്നു. ചിത്രത്തിന്റെ ബജറ്റ് ഇച്ചിരി കൂടുതലാണെന്നാണ് മറ്റ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. കൊച്ചിയിലെ പോലെ ചിത്രത്തിന്റെ വിജയം ഉറപ്പിക്കാൻ ഗോകുലം ഗോപാലിനും ദിലീപും മോഹൻലാലിനെ ഒരു അതിഥി വേഷത്തിൽ കൊണ്ടുവരാനാണ് ഒരുങ്ങുന്നതെന്നും പറയുന്നു. അടുത്തിടെ മോഹൻലാലിന്റെ അതിഥി വേഷങ്ങളൊക്കെ പല ചിത്രങ്ങൾക്കും വലിയ മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട്. ആ പരീക്ഷണമാണ് ഈ ചിത്രത്തിലും നടത്താൻ പോകുന്നത് എന്നാണ് പറയുന്നത്. ഗോകുലം ഗോപാലിനും ദിലീപും ഈ വലിയൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മറ്റു ചില റിപ്പോർട്ടുകൾ. അതിനുവേണ്ടി മോഹൻലാലിനെ സമീപിച്ചെന്നും അദ്ദേഹത്തിൽ നിന്നും ഒരു റിപ്പോർട്ട് വരേണ്ടതുണ്ട്, അതിപ്പോൾ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ സിനിമയുടെ സുരക്ഷിതമായ ഒരു സാറ്റലൈറ്റ്, മറ്റു കാര്യങ്ങൾ എന്നിവ അവർ ലക്ഷ്യമിടുന്നു. അതിനുവേണ്ടിയാണ് ഈ ഒരു അതിഥി വേഷമെന്നാണ് പറയപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നതെന്നും ആ തീരുമാനം എത്തിയിട്ടുണ്ടെന്നുമാണ് അന്തിമ റിപ്പോർട്ടുകളായി ഇന്നേ ദിവസം എത്തിയിരിക്കുന്നത്. അങ്ങനെ 2 ഗംഭീര സർപ്രൈസുകളാണ് മോഹൻലാൽ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതും.